ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ സോളാറിന് ഉപയോഗിക്കുന്ന MPPT അത് ഔട്ട്സൈഡ് നമ്മൾ സെപ്പറേറ്റ് വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ മാനുവലായിട്ടും ഓട്ടോ ആയിട്ടും ചെയ്യുന്ന MPPT നമുക്ക് എങ്ങനെ അതിന് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇത് 12 വോൾട്ടിലും വർക്ക് ചെയ്യും, 24 വോൾട്ടും. അതായത് 12 വോൾട്ട് പാനലുണ്ട്, 24 വോൾട്ട് പാനൽ നമുക്ക് കൊടുക്കാം. മാക്സിമം ആംബിയർ നമുക്ക് എടുക്കുന്നത് 26 ആംബിയർ വരെയാണ് നമുക്കത് സപ്പോർട്ട് ചെയ്യുന്ന MPPT. അതിൻ്റെ അത് കറക്റ്റായിട്ട് കണ്ടോ, ഓരോ മോഡ് കാര്യങ്ങളെല്ലാം തന്നെ കാണിക്കുന്നുണ്ട്, ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ കണക്ഷൻസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കാം. ഇതാണ് MPPT വരുന്നത്. അതിൻ്റെ ഓട്ടോ മോഡ്, മാനുവൽ മോഡുണ്ട്. അതെന്താണെന്ന് ഞാൻ ജസ്റ്റ് അതിന് ശേഷം പറഞ്ഞുതരാം. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യമേ തന്നെ MPPTയിലേക്ക് കണക്ഷൻ വരുന്നത് കണ്ടോ, ഓട്ടോ മോഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ അത് ഇൻവെർട്ടർ MPPT വഴിയാണ് കണക്ഷൻ വരുന്നത്. അത് നേരെ വരുന്നത്, അതായത് നമ്മുടെ KCBയുടെ ലൈൻ വരുന്നത്, ചാർജിങ്ങിൻ്റെ സെക്ഷനും വരുന്നത് നേരെ, അതായത് KCBയിൽ ജസ്റ്റ് ചാർജ് ചെയ്യണം വരുന്നത് സെക്ഷൻ വരുന്നത് നേരെ MPPTയിലേക്ക് വരും. MPPTയിൽ നിന്നുമാണ് കൺട്രോൾ ചെയ്തിട്ട് കണ്ടോ, MPPTയിൽ കൺട്രോൾ ചെയ്തിട്ടാണ് നേരെ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ സെക്ഷനിലേക്ക് പോകുന്നത്. അതായത് KCB കൺട്രോൾ ചെയ്യണം. KCB കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് സോളാർ കൊണ്ട് ഗുണമുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KCB നമുക്ക് ഓവറായിട്ട് ഫുൾ ടൈം സോളാറിൽ ഫുൾ ടൈം ചാർജ് ചെയ്യണം. അതായത് ഒരു സാധാ ഇൻവെർട്ടർ നമുക്ക് സോളാറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കറണ്ട് കാശ് ലാഭിക്കണേ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ. അതായത് സോളാറിൽ വേണം ഫുൾ ടൈം ചാർജ് ചെയ്യാനായിട്ട്. KCB മാത്രം, KCBയിൽ നിന്ന് ചാർജിങ് സെക്ഷൻ ഉപയോഗിക്കരുത്. KCBയിൽ നിന്ന് ചാർജിങ് സെക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ സോളാർ വെച്ചുകൊണ്ട് യാതൊരു ഗുണമില്ല. അതായത് സോളാറിൽ നിന്നും ഫുൾ ടൈം ചാർജ് ആവണം. വല്ലപ്പോഴും മാത്രം, അതായത് ചില സമയത്ത് സോളാറിൽ നിന്ന് ആംബിയർ ചെറുതായിട്ട് കുറയുന്ന സമയത്ത്, പാനലിൽ നിന്ന് ആംബിയർ കുറയുന്ന സമയത്ത് ഒരാഴ്ചയിലോ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോഴോ നമ്മൾ ബാറ്ററി ഒന്ന് KCBയിലേക്ക് ചാർജ് ചെയ്യണത് നല്ലതാണ്. അതായത് KCBയിലേക്ക് ഇട്ട് ഒരു ഹൈ ആംബിയറിൽ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ കറണ്ട് കാശ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് സോളാർ വെക്കുന്നത്. അപ്പോൾ സോളാർ വെക്കുന്ന സമയത്ത് KCBയിൽ ചാർജ് ചെയ്യാതെ സോളാറിൽ ചാർജ് ചെയ്യുന്ന സിസ്റ്റമായിരിക്കണം എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മളത് ചെയ്യുന്നത് നേരെ വെച്ചു. അതിനുശേഷം ബാറ്ററി വോൾട്ടേജ് ഉണ്ടോ, 12 വോൾട്ട് എന്ന് കാണിച്ചിരിക്കുന്നുണ്ടോ, അതായത് SPV വോൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോളാർ പാനൽ വോൾട്ടേജ് ആണ്. അത് 12.2 വോൾട്ടേജ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 12 വോൾട്ട് പാനലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആംബിയറും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, മാനുവലിലേക്ക് നമ്മൾ ഇടുകയാണെങ്കിൽ, അതായത് സോളാർ നമ്മൾ എപ്പോഴാണെങ്കിലും, അതായത് ഫുൾ ചാർജ് ആയാൽ പോലും അതിൻ്റെ കണക്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതായത് KCB കട്ടായാലാണ് നമ്മുടെ ഇൻവെർട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്നത്. ആ ഒരു സിസ്റ്റത്തിലാണ് ഇൻവെർട്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് KCB കട്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെർട്ടർ സെക്ഷൻ ഓൺ ആവും. അപ്പോൾ KCB കട്ട് ചെയ്യണം. അതായത് നമ്മൾ പറയുന്ന ഒരു നിശ്ചിത വോൾട്ടേജ്, ബാറ്ററിയിലുള്ളൊരു നിശ്ചിത വോൾട്ടേജ് വന്നാൽ മാത്രമേ KCB കട്ടാവുള്ളൂ. അങ്ങനെയാണ് ഈ പറയുന്ന MPPT സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 12.3 വോൾട്ട്, 12.4 വോൾട്ടൊക്കെ ഓൾറെഡി ബാറ്ററി ചാർജ് ആയി കഴിയുമ്പോൾ KCB സെക്ഷൻ കട്ടാവും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ സമയത്ത് KCB ചാർജിങ് സെക്ഷൻ അല്ല കൊടുക്കുന്നത്, സോളാറിൽ നിന്നാണ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം വ്യക്തമായിട്ടുണ്ടാവും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ബാറ്ററി അത്യാവശ്യം ഫുൾ ചാർജ് ആയിരുന്നാൽ മാത്രമേ KCB ലൈൻ കട്ടാവുള്ളൂ. അത് നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് ബാറ്ററി അത്യാവശ്യം ചാർജിങ് സെക്ഷനിൽ ഫുൾ ടൈം ചാർജിങ് ലെവലിൽ ഇരിക്കണം. അതായത് ഒരു 12.3 വോൾട്ട്, 12.4 വോൾട്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ബാറ്ററി ചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ MPPTയിൽ മാനുവലും ഓട്ടോ കട്ട് ഓഫും എന്ന് പറയുന്ന സെക്ഷൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, KCB നമ്മൾ MPPT വഴിയാണല്ലോ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 12.4 വോൾട്ട് ഓൾറെഡി ബാറ്ററി ചാർജ് ആയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ KCB കട്ടാവും. KCB കട്ടായി കഴിഞ്ഞാൽ ഈ മാനുവൽ സിസ്റ്റം വഴി, ഗ്രിഡ് സിസ്റ്റം വഴി KCB കട്ടാവുന്ന സമയത്ത് അപ്പോൾ ഇൻവെർട്ടറിലേക്ക് ഇൻപുട്ട് സെക്ഷൻ വരില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെർട്ടർ ഓൺ ആവാൻ തുടങ്ങും. അതായത് KCB കറണ്ട് പോയ അവസ്ഥയിൽ ഇൻവെർട്ടർ ഓൺ ആവാൻ തുടങ്ങും. ആ ഇൻവെർട്ടർ ഓൺ ആവുന്ന സമയത്ത് സോളാറിൽ നിന്ന് ചാർജ് ആവുകയും ചെയ്യുന്നത് കൂടത്തിൽ തന്നെ സോളാറിൻ്റെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സോളാറിൽ എന്തെങ്കിലും സൂര്യപ്രകാശത്തിൽ എന്തെങ്കിലും കുറവ് കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ബാറ്ററിയിൽ നിന്നും ബാക്കപ്പ് കൂടി എടുത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ആ സമയത്ത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാലത്ത് മൊത്തമായിട്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല വെയിൽ കാര്യങ്ങളൊക്കെ കുറയുന്ന സമയത്ത്, അതായത് സോളാർ പാനലിൽ വെയിൽ കാര്യങ്ങൾ കുറയുന്ന സമയത്ത് ബാറ്ററിയിൽ നിന്ന് എടുക്കും. ബാറ്ററി ആ സമയത്ത് ചെറുതായി ഡിസ്ചാർജ് ചെയ്ത് 12 വോൾട്ടിന് 12 വോൾട്ടും അല്ലെങ്കിൽ 12 സംതിങ്ങിൻ്റെ അടുത്ത് വരുന്ന വോൾട്ടേജ് ഡിസ്ചാർജ് ആയി നിൽക്കുന്ന സമയത്ത് വീണ്ടും ഈ പറയുന്ന അവസ്ഥയിൽ ഓൺ ഗ്രിഡ് വർക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് ബാറ്ററിയുടെ ഫുൾ ചാർജിങ് എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ നഷ്ടമാവുന്ന സമയത്ത് ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രിഡില്ല, മാനുവൽ നമ്മൾ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഓൺ ഗ്രിഡ് കൊടുത്തിരിക്കുന്ന ഓട്ടോ കൊടുത്തിരിക്കുന്ന ആയതുകൊണ്ട് ആ സമയത്ത് ഈ MPPTയുടെ ഔട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ഇൻവെർട്ടർ ഓഫ് ആവും. ഇൻവെർട്ടർ ഓഫായിട്ടാണ് പിന്നെ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ നോർമൽ ലെവലിൽ വർക്കിംഗ് നടക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പാനൽ നമുക്ക് അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള രീതിയിൽ നല്ല ലെവലിൽ ആംബിയർ കാര്യങ്ങളെല്ലാം കൂട്ടി കൊടുത്ത്
ഉപയോഗിക്കുകയാണെങ്കിൽ ഒരിക്കലും കാലത്താണെങ്കിലും KCB നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരില്ല. KCB ചാർജിങ് അതായത് ഫുൾ ടൈം സോളാറിൽ നിന്ന് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ സമയം ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ.